ഇൻസ്ട്രുമെൻസിൻ്റെ അടുത്ത സെഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെക്ക് എന്താണെന്ന് നോക്കിയല്ലേ. അപ്പോൾ നമ്മൾ 3 ടൈപ്പ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഇത്രയും സെഷനിൽ നോക്കിയത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെക്കിൻ്റെ തന്നെ ക്രോസിങ് നമ്മൾ പറഞ്ഞു അല്ലേ, ക്രോസ്ഡ് ചെക്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എന്താണ് ക്രോസിങ് എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ചെക്കാണുള്ളത്. ഒന്ന് ഓപ്പൺ ചെക്ക്, 2 ക്രോസ്ഡ് ചെക്ക്. ഓപ്പൺ ചെക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ബാങ്കിൻ്റെ കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുത്തതിന് ത്രൂ കൗണ്ടർ തന്നെ നമ്മൾക്ക് എൻക്യാഷ് ചെയ്ത് കിട്ടുന്ന ചെക്കുകളാണ് ഓപ്പൺ ചെക്ക് എന്ന് പറയുക. നമ്മൾക്കറിയാം, ഒരു ചെക്ക് ഇപ്പോൾ നമ്മളുടെ പേരിൽ പേ നിതിൻ എന്ന് പറഞ്ഞാണ് ചെക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ചെക്ക് കൊണ്ടുവന്ന് ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കൗണ്ടറിൽ കൂടി തന്നെ ക്യാഷ്യറിൻ്റെ അടുത്ത് നിന്ന് തന്നെ എനിക്ക് എൻക്യാഷ് ചെയ്യാൻ ക്യാഷായിട്ട് മേടിച്ചിട്ട് പോരാം. അതുപോലത്തെ ചെക്കുകളാണ് ഓപ്പൺ ചെക്ക് എന്ന് പറയുക. ഇനി ക്രോസ്ഡ് ചെക്ക് ഉണ്ട്. ക്രോസ്ഡ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ത്രൂ കൗണ്ടർ ഓഫ് ദ ബാങ്ക് മേടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എൻക്യാഷ് ചെയ്ത് കിട്ടില്ല. എങ്ങനെ കിട്ടുള്ളൂ? നമ്മൾക്കൊരു ബാങ്ക് അക്കൗണ്ട് വേണം. ത്രൂ ബാങ്ക് അക്കൗണ്ടേ നമുക്ക് ക്രോസ് ചെക്കുകൾ എൻക്യാഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്യാഷായിട്ട് കിട്ടില്ല, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരും, നമ്മൾക്കത് പിന്നെ വിഡ്രോ ചെയ്തെടുക്കാം. അങ്ങനത്തെ ചെക്കുകളെയാണ് ക്രോസ്ഡ് ചെക്കുകളെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ക്രോസിങ് തന്നെ പലതരമുണ്ട്. അപ്പോൾ ക്രോസിങ്ങിൻ്റെ ഒരു സ്പെസിമെനാണ് ഇവിടെ തന്നേക്കുന്നത്, ഇവിടെ കാണിച്ചേക്കുന്നത് കണ്ടോ. ക്രോസിങ് ടോപ്പ് ലെഫ്റ്റ് ഹാൻഡ് കോർണറിൽ 2 ക്രോസ് ചെയ്യുക, 2 ലൈൻസ്, 2 പാരലൽ ലൈൻ വരയ്ക്കുക. ഇതിനാണ് ക്രോസിംഗ് എന്ന് പറയാം. അപ്പോൾ ഈ ക്രോസിംഗ് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ രാഹുൽ ശർമ്മ എന്ന് പറയും. ഇപ്പോൾ സപ്പോസ് ഈ 2 പാരലൽ ലൈൻസ് ഇല്ല, അങ്ങനെയാണെങ്കിൽ അത് ഓപ്പൺ ചെക്കാവും. അപ്പോൾ രാഹുൽ ശർമ്മയ്ക്ക് എന്ത് ചെയ്യാം? ഈ ചെക്ക് ബാങ്കിൽ ക്യാഷ്യർക്ക് കൊണ്ടുപോയി കൊടുക്കാം. ത്രൂ കൗണ്ടർ തന്നെ എന്ത് ചെയ്യാം? ഈ 1000 രൂപ ക്യാഷായിട്ട് മേടിക്കാം. പക്ഷേ ഇവിടെ ക്രോസിംഗ് ഉണ്ട്. ടോപ്പ് ലെഫ്റ്റ് ഹാൻഡ് കോർണറിൽ 2 പാരലൽ ലൈൻസ് ഉണ്ട്, അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ലൈൻസ് ഉണ്ട്. ആ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്രോസ്ഡ് ചെക്ക് എന്ന് പറയുക. അങ്ങനെ ക്രോസിംഗ് ഉള്ള ക്രോസ്ഡ് ലൈൻസ് ഉള്ളതിനെയാണ് ക്രോസ്ഡ് ചെക്ക് എന്ന് പറയുക. ഇത് രാഹുൽ ശർമ്മയ്ക്ക് ത്രൂ എൻകൗണ്ടർ കിട്ടില്ല. എന്ത് മാത്രമേ കിട്ടുള്ളൂ? രാഹുൽ ശർമ്മയ്ക്ക് ആ ഒരു ബാങ്കിൽ എന്ത് ചെയ്യണം? ഒരു അക്കൗണ്ട് ഉണ്ടാവണം, ത്രൂ അക്കൗണ്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, ഇനി 2 ടൈപ്പ് ക്രോസിംഗ് ആണുള്ളത്. ജനറൽ ക്രോസിംഗ്, സ്പെഷ്യൽ ക്രോസിംഗ്. അപ്പോൾ ഓപ്പൺ ചെക്ക് നോക്കി, ക്രോസ്ഡ് ചെക്കുകൾ നോക്കി. ക്രോസിംഗ് തന്നെ 2 വിധമുണ്ട്: ജനറൽ ക്രോസിംഗ്, സ്പെഷ്യൽ ക്രോസിംഗ്. ആദ്യം നമുക്ക് ജനറൽ ക്രോസിംഗ് എന്താണെന്ന് നോക്കാം. ജനറൽ ക്രോസിങ്ങിന് 2 പാരലൽ ലൈൻ വേണം. പാരലൽ ലൈൻ എവിടെയാണ് വേണ്ടത്? ഞാൻ സ്പെസിമെനിൽ കാണിച്ചു തന്ന പോലെ ടോപ്പ് ലെഫ്റ്റ് ഹാൻഡ് കോർണറിലാണ് പാരലൽ ലൈൻ വേണ്ടത്. പാരലൽ ലൈൻ നമ്മൾ ട്രാൻസ്വേഴ്സ് ലൈൻസ് എന്നും പറയും. അപ്പോൾ അത് ടോപ്പ് ലെഫ്റ്റ് ഹാൻഡ് കോർണറിലാണ് വേണ്ടത്. ഇനി ഈ ലൈൻസ് നമ്മൾക്ക് പെന്നുകൊണ്ട് വരയ്ക്കുകയാണെങ്കിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ റബ്ബർ സ്റ്റാമ്പ്. ഇപ്പോൾ ബിസിനസ്സൊക്കെ ആണെങ്കിൽ ഏത് തരം ചെക്ക് പെൻ വെച്ച് കൊടുക്കാൻ പറ്റില്ല അല്ലേ. ഒരു ദിവസം തന്നെ ചിലപ്പോൾ 100 ചെക്ക് ട്രാൻസാക്ഷൻസ് ഉണ്ടാകും. അപ്പോൾ ഓരോ തവണയും നമ്മളിങ്ങനെ വരച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റബ്ബർ സ്റ്റാമ്പ് ഉണ്ടാക്കിയിട്ട് പാരലൽ ലൈൻസ്, 2 പാരലൽ ലൈനുള്ള റബ്ബർ സ്റ്റാമ്പ് ഉണ്ടാക്കിയിട്ട് അത് അവിടെ സ്റ്റാമ്പ് ചെയ്യും. അങ്ങനെയും ആവാം, അല്ലെങ്കിൽ പെന്നുകൊണ്ട് ബൈ ഇങ്കും ആവാം. ഇനി ക്രോസിങ്ങിൻ്റെ ഉള്ളിൽ, ഈ 2 പാരലൽ ലൈൻസിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ കുറച്ച് വേർഡ്സുകൾ കൊടുക്കാം. എന്തൊക്കെ വേർഡ്സാണ് കൊടുക്കാൻ പറ്റുന്നത്? ആൻഡ് കമ്പനി, അല്ലെങ്കിൽ ആൻഡിൻ്റെ സിമ്പിളായിട്ടുള്ള ആംബേഴ്സാൻഡ് കോ എന്ന് കൊടുക്കാം. നോട്ട് നെഗോഷ്യബിൾ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ അക്കൗണ്ട് പേ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ അക്കൗണ്ട് പേ ഓൺലി എന്ന് കൊടുക്കാം ഈ പാരലൽ ലൈൻസിൻ്റെ ഉള്ളിൽ. അപ്പോൾ കുറച്ച് വേർഡുകളും കൊടുക്കാം. ആ വേർഡുകളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ആൻഡ് കമ്പനിയുടെ ഷോർട്ട് ഫോം ആയിട്ടുള്ള ആംബേഴ്സാൻഡ് കോ, നോട്ട് നെഗോഷ്യബിൾ, അക്കൗണ്ട് പേ ഓൺലി എന്നൊക്കെ. ഇനി ജനറൽ ക്രോസിങ്ങിൻ്റെ സ്പെസിമെൻ ഇതാണ്. ഒന്നില്ലെങ്കിൽ 2 പാരലൽ ലൈൻ, അതിൻ്റെ ഉള്ളിൽ വേർഡിങ്സ് ഒന്നും വേണ്ട. അല്ലാന്നുണ്ടെങ്കിൽ പാരലൽ ലൈനിനുള്ളിൽ ആൻഡ് കോ, അക്കൗണ്ട് പേ, നോട്ട് നെഗോഷ്യബിൾ എന്നൊക്കെ പറഞ്ഞ വേർഡിങ്സും കൊടുക്കാം. ഇതിനെയാണ് ജനറൽ ക്രോസിംഗ് എന്ന് പറയാം. ഇനി സ്പെഷ്യൽ ക്രോസിങ്ങിന് 2 പാരലൽ ലൈൻസ് നിർബന്ധമില്ല. പക്ഷേ ജനറൽ ക്രോസിങ്ങിന് നിർബന്ധമാണ്. ടോപ്പ് ലെഫ്റ്റ് ഹാൻഡ് കോർണറിൽ 2 പാരലൽ ലൈൻ ജനറൽ ക്രോസിങ്ങിന് നിർബന്ധമാണ്. പക്ഷേ സ്പെഷ്യൽ ക്രോസിങ്ങിന് പാരലൽ ലൈൻസ് നിർബന്ധമില്ല. പക്ഷേ എന്താണ് നിർബന്ധം? ഒരു ബാങ്കിൻ്റെ പേര് സ്പെസിഫൈ ചെയ്യണം. അതായത് ഞാനിപ്പോൾ ഒരു ചെക്ക് ഒരാൾക്ക് കൊടുക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അത് ക്രോസിങ്ങിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ പാരലലായിട്ടൊരു ബാങ്കിൻ്റെ പേര് മസ്റ്റായിട്ട് എഴുതിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനെന്ത് പറയാം? സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറയാം. ഈ ബാങ്കിൻ്റെ പേര് എഴുതുന്നത് പാരലൽ ലൈൻസിലാവണം എന്നില്ല. പാരലൽ ലൈൻസ് ഇല്ലെങ്കിലും സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് തന്നെ വിളിക്കും. ആ ഒരു ബാങ്കിൻ്റെ പേരുണ്ടാവണം എന്നുള്ളത് മസ്റ്റാണ്. വേർഡ്സ് നോട്ട് നെഗോഷ്യബിൾ അല്ലെങ്കിൽ അക്കൗണ്ട് പേ എന്നൊക്കെ വേണമെങ്കിൽ ബാങ്കിൻ്റെ പേരിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം. ഇതാണ് സ്പെഷ്യൽ ക്രോസിങ്ങിൻ്റെ സ്പെസിമെൻ അല്ലെങ്കിൽ സാമ്പിൾ. ഒരു പാരലൽ ലൈനിൻ്റെ ഉള്ളിൽ പാരലൽ ലൈൻസിൻ്റെ ഉള്ളിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് കൊടുക്കാം. ഇനി പാരലൽ ലൈൻസ് ഇല്ല, വെറുതെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിങ്ങനെ സ്ലാൻഡിങ് ആയിട്ട്
എഴുതുകയാണെന്നുണ്ടെങ്കിലും എന്താണ് അത് സ്പെഷ്യൽ ക്രോസിംഗ് ആണ്. പാരലൽ ലൈൻസ് സ്പെഷ്യൽ ക്രോസിങ്ങിൽ നിർബന്ധമേ അല്ല, പക്ഷേ ബാങ്കിൻ്റെ പേര് നിർബന്ധമാണ്. അപ്പോൾ പാരലൽ ലൈൻസിൻ്റെ ഉള്ളിലൊരു ബാങ്കിൻ്റെ പേര് എഴുതാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ട് പേയി, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നോട്ട് നെഗോഷ്യബിൾ. ഇതൊക്കെ സ്പെഷ്യൽ ക്രോസിങ്ങിൻ്റെ ഒരു സ്പെസിമെൻ ആണ്. ഇനി ജനറൽ ക്രോസിങ്ങും സ്പെഷ്യൽ ക്രോസിങ്ങും തമ്മിൽ എന്താ വ്യത്യാസം? ജനറൽ ക്രോസിങ്ങിൽ 2 പാരലൽ ലൈൻസ് എസെൻഷ്യലാണ്, മാൻഡേറ്ററി ആണ്, മസ്റ്റായിട്ടും പാരലൽ ലൈൻസ് വേണം. പക്ഷേ സ്പെഷ്യൽ ക്രോസിങ്ങിൻ്റെ കാര്യത്തിൽ പാരലൽ ലൈൻസ് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ലൈൻസ് നെസസറി അല്ല, മാൻഡേറ്ററി അല്ല. ജനറൽ ക്രോസിങ്ങിൽ വേർഡ്സ് ലൈക്ക് ആൻഡ് കമ്പനി മേ ഓർ മേ നോട്ട് ബി റിട്ടേൺ. ആൻഡ് കമ്പനി എന്ന് വേണമെങ്കിൽ എഴുതാം, വേണ്ടെങ്കിൽ എഴുതണ്ട, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പാരലൽ ലൈൻ മാത്രം മതി. പക്ഷേ സ്പെഷ്യൽ ക്രോസിങ്ങിൽ ആൻഡ് കമ്പനി എന്ന് എഴുതണം എന്നില്ല, പക്ഷെ എന്ത് വേണം? ബാങ്കിൻ്റെ പേര് വേണം. അതായത് ജനറൽ ക്രോസിംഗിൽ നിന്നും ഉള്ള വ്യത്യാസം അതാണ്. മൂന്നാമത്തെ വ്യത്യാസം, നെയിം ഓഫ് ദ കളക്ടിങ് ബാങ്കർ ഈസ് നോട്ട് റിട്ടേൺ. കളക്ടിങ് ബാങ്കറിൻ്റെ പേര് എഴുതണം എന്നില്ല ജനറൽ ക്രോസിങ്ങിൽ, പക്ഷേ സ്പെഷ്യൽ ക്രോസിങ്ങിൽ മസ്റ്റായിട്ടും കളക്ടിങ് ബാങ്കറുടെ പേര് എഴുതിയിരിക്കണം. അതാണ് നമ്മൾ ആ സ്പെസിമെൻ കണ്ടപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നൊക്കെ കണ്ട്. ഓക്കെ, നാലാമത്തെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് ചെക്ക് ക്യാൻ ബി പേ ടു എനി ബാങ്കർ. ജനറൽ ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബാങ്കറിനും കൊടുക്കാം, അക്കൗണ്ട് ഉണ്ടാവണമെന്നുള്ളൂ. പക്ഷേ സ്പെഷ്യൽ ക്രോസിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ ഏത് ബാങ്കിൻ്റെ പേരാണോ അതിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ആ ബാങ്കിന് മാത്രമേ പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ജനറൽ ക്രോസിങ്ങിൻ്റെ അടുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റിയാണ്. ജനറൽ ക്രോസിങ്ങിൽ ഇത്തിരി സേഫ്റ്റി കുറവാണ് കമ്പയർഡ് ടു സ്പെഷ്യൽ ക്രോസിങ്. സ്പെഷ്യൽ ക്രോസിങ്ങിൻ്റെ കാര്യത്തിൽ ഇത്തിരി കൂടി സേഫ്റ്റി കൂടുതലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് ബാങ്കറുടെ പേര് പറയുന്നുണ്ടല്ലേ, ആ ബാങ്കറിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ആ ബാങ്കറിൻ്റെ കീഴിലൊരു അക്കൗണ്ട് വേണം. ഇനി ഒരു ജനറലി ക്രോസ്ഡ് ചെക്ക് സ്പെഷ്യലി ക്രോസ്ഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു പ്രോപ്പർ അതോറൈസേഷൻ ഒന്നും വേണ്ട. സപ്പോസ് 2 പാരലൽ ലൈൻ ഉള്ള ഒരു ജനറൽ ക്രോസിംഗ് ആണ്, അങ്ങനെ അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടിയൊരു ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ക്രോസിംഗ് ചെക്കാണ്, 2 പാരലൽ ലൈൻ ഉണ്ട്, നമ്മൾക്ക് അതിന് വേണമെങ്കിൽ സ്പെഷ്യലി ക്രോസ്ഡ് ചെക്ക് ആക്കാം. എങ്ങനെ? നമ്മൾക്ക് ഒരു ബാങ്കിൻ്റെ സ്പെസിഫൈഡ് ബാങ്കിൻ്റെ പേര് എഴുതി കഴിഞ്ഞാൽ അതൊരു സ്പെസിഫിക് അല്ലെങ്കിൽ സ്പെഷ്യൽ ക്രോസിംഗ് ഉള്ള ചെക്കായി. അതിന് എന്താ പറയുക, പ്രോപ്പർ അതോറൈസേഷൻ ഒന്നും വേണ്ട, അത് മെറ്റീരിയൽ ആൾട്ടറേഷനായിട്ടൊന്നും കൂട്ടില്ല. പക്ഷേ ഒരു സ്പെഷ്യൽ ക്രോസ്ഡ് ചെക്കിനെ അല്ലെങ്കിൽ സ്പെഷ്യൽ ക്രോസിംഗ് ഉള്ള ചെക്കിനെ നമ്മൾക്ക് ജനറൽ ക്രോസ്ഡ് ചെക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പ്രോപ്പർ അതോറൈസേഷൻ വേണം. ആരാണോ ചെക്കിൻ്റെ ഡ്രോയർ, ആ ഡ്രോയറുടെ പ്രോപ്പർ അതോറൈസേഷൻ ഇല്ലാതെ സ്പെഷ്യൽ ക്രോസിങ്ങിനെ ജനറൽ ക്രോസിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. കൺവേർട്ട് ചെയ്താൽ അത് മെറ്റീരിയൽ ആൾട്ടറേഷനായിട്ട് ട്രീറ്റ് ചെയ്യും, ആ ചെക്ക് വാലിഡ് അല്ലാതെ ആവും. ഓക്കെ, ഇനി നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ്. നമ്മൾ സ്പെസിമെൻ നോക്കിയപ്പോൾ 2 വേർഡിങ് ഉണ്ടായിരുന്നു അല്ലേ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നോട്ട് നെഗോഷ്യബിൾ, ഇവിടെ നോക്കിയാൽ അറിയാം. അപ്പോൾ നോട്ട് നെഗോഷ്യബിൾ സ്പെഷ്യൽ ക്രോസിങ്ങിൽ നമ്മൾ കണ്ടായിരുന്നു അല്ലേ, ഇവിടെ നോട്ട് നെഗോഷ്യബിൾ എന്നൊരു വേർഡുണ്ട്. ഈ നോട്ട് നെഗോഷ്യബിൾ എന്നുള്ള വേർഡിൻ്റെ പ്രത്യേകത എന്താണ്? നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ്. നോട്ട് നെഗോഷ്യബിൾ എന്ന് എവിടെയാണ് എഴുതാൻ പറ്റുന്നതെന്ന് പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 123 ആൻഡ് സെക്ഷൻ 124 നോട്ട് നെഗോഷ്യബിൾ എന്നൊരു വേർഡ് ഇൻക്ലൂഡ് ചെയ്യാം എന്ന് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്റ്റിൽ പറഞ്ഞേക്കുന്നത്, സെക്ഷൻ 123 ആൻഡ് സെക്ഷൻ 124. ഇനി ഇതിൻ്റെ പ്രത്യേകത നോട്ട് നെഗോഷ്യബിൾ, നമ്മൾ പറഞ്ഞു നെഗോഷ്യബിളിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീലി ട്രാൻസ്ഫറബിൾ എന്നാണ് അല്ലേ? നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിൻ്റെ മീനിങ് ഒക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു നെഗോഷ്യബിളിൻ്റെ മീനിങ് ഫ്രീലി ട്രാൻസ്ഫറബിൾ, ഇൻസ്ട്രുമെൻറ്റിൻ്റെ മീനിങ് റിട്ടേൺ ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നോട്ട് നെഗോഷ്യബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ട്രാൻസ്ഫറബിൾ എന്നാണോ? അല്ല. നോട്ട് നെഗോഷ്യബിൾ എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫറബിൾ അല്ല എന്നല്ല. നമ്മൾ നോട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ പറഞ്ഞു. എന്തായിരുന്നു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ? അതായത് ട്രാൻസ്ഫറി ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഗെറ്റ്സ് ആൻ അബ്സല്യൂട്ട് ആൻഡ് ഗുഡ് ടൈറ്റിൽ. ആ ഒരു ഫീച്ചർ ഇവിടെ പറ്റില്ല, ആ ഒരു ഫീച്ചർ ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഇതിനെ നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്, ഇവിടെ ചെക്കിൻ്റെ കാര്യത്തിൽ നോട്ട് നെഗോഷ്യബിൾ എന്നൊരു വേർഡ് എഴുതി കഴിഞ്ഞാൽ ഈ ഒരു ഫീച്ചർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിന് കിട്ടുന്ന ഈ ഒരു ഫീച്ചർ അപ്ലിക്കബിൾ ആവില്ല. അതുകൊണ്ടാണ് ഇതിനെ നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫറിൻ്റെ ടൈറ്റിലേ കിട്ടുള്ളൂ. അതായത് ട്രാൻസ്ഫറി ഡസ് നോട്ട് ഗെറ്റ് എ ഗുഡ് ആൻഡ് അബ്സല്യൂട്ട് ടൈറ്റിൽ. നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറായിട്ട് പറഞ്ഞ ട്രാൻസ്ഫറി ഗെറ്റ്സ് എ ഗുഡ് ടൈറ്റിൽ എന്ന് പറയുന്ന ഫീച്ചർ ഇവിടെ അവൈലബിൾ ആവില്ല. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എ എന്ന് പറയുന്നൊരു വ്യക്തി ബി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു നോർമൽ ചെക്ക്, ഓപ്പൺ ചെക്ക് കൊടുത്തു. സപ്പോസ് ബിയുടെ കയ്യിൽ നിന്ന് അത് ലോസ്റ്റായി, ബിയുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയി, സി എന്ന് പറയുന്ന ഒരാൾക്ക് കിട്ടി. സി എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്തു? ഡി എന്ന് പറഞ്ഞ ഒരാൾക്ക് കൊടുത്തു. അപ്പോൾ
ഇവിടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ് ചെക്ക് അല്ലേ, അത് ഫ്രീലി ട്രാൻസ്ഫറബിളാണ്. എയിന്ന് ബി പോയി ബിയുടെ കയ്യിൽ നിന്ന് സിയുടെ കൈ കിട്ടി, സിക്ക് കിട്ടിയത് എന്താ പറയുക നഷ്ടപ്പെട്ട് കിട്ടിയതാണെങ്കിലും ട്രാൻസ്ഫറായി അല്ലേ, സി അതെന്ത് ചെയ്തു ഡിക്ക് കൊടുത്തു. ഇവിടെ നോട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ പറയുന്നത് എന്താ, ട്രാൻസ്ഫർ ഗെറ്റ് ആൻ അബ്സല്യൂട്ട് ആൻഡ് ഗുഡ് ടൈറ്റിൽ. ഇവിടെ ആക്ച്വലി ബിയുടെ പേരിലാണ് ആ ചെക്ക് ഉണ്ടായിരുന്നത്, സിക്ക് കളഞ്ഞു കിട്ടിയതാണ്, ബിയുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയപ്പോൾ കിട്ടിയത് സിക്കാണ്. സി അത് എന്ത് ചെയ്തു ഡിക്ക് കൊടുത്തു. ഇവിടെ ആക്ച്വലി സിക്ക് അത് കിട്ടേണ്ട ആളല്ല, സിക്ക് എൻറ്റൈറ്റിൽഡ് അല്ല. പക്ഷേ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പറയുന്നത് ട്രാൻസ്ഫർ ഗെറ്റ് എ ഗുഡ് ടൈറ്റിൽ. അതായത് ഇവിടെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയുടെ കയ്യിൽ നിന്ന് ഡിക്ക് കിട്ടി, ഡി ആണ് ട്രാൻസ്ഫർ. ഡീനെ സംബന്ധിച്ച് സി ആരാ, ട്രാൻസ്ഫറാണ്. അപ്പോൾ ഡിഫക്റ്റീവ് ടൈറ്റിലാണ് സിക്ക് അല്ലേ, പുള്ളിക്ക് എലിജിബിൾ ആയിട്ടുള്ളതല്ല. പക്ഷേ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രത്യേകത കൊണ്ട് ഡിക്ക് നല്ല ടൈറ്റിൽ കിട്ടും. അതിന് ഭാവിയിൽ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസോണർ ആവുകയാണെങ്കിൽ ഡിക്ക് കോർട്ട് വഴി ലീഗലി മൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ ഞാനൊന്ന് റീഫ്രേസ് ചെയ്യണം. എന്ന് പറയുന്ന വ്യക്തി ഒരു നോട്ട് നെഗോഷ്യബിൾ ക്രോസ്ഡ് ചെക്കാണ് ബിക്ക് കൊടുത്തത്, ബിയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് കിട്ടിയത് സിക്കാണ്, സി അത് ഡിക്ക് കൊടുത്തു. പക്ഷേ ഇവിടെ ഡിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിക്ക് ലീഗലി മൂവ് ചെയ്യാൻ പറ്റില്ല ഡിസോണർ ആയി കഴിഞ്ഞാൽ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ നെഗോഷ്യബിലിറ്റി ഫീച്ചർ അവിടെ നിന്ന് പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ക്രോസിംഗ് ഉള്ളത്, നെഗോഷ്യബിൾ ക്രോസിംഗ് ആണുള്ളത്, അതുകൊണ്ട് നെഗോഷ്യബിൾ ഫീച്ചർ അവിടെ പോയി. അപ്പോൾ ഡിക്ക് ട്രാൻസ്ഫർ, ഡി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഡസ് നോട്ട് ഗെറ്റ് എ ബെറ്റർ ടൈറ്റിൽ ദാൻ ദാറ്റ് ഓഫ് ട്രാൻസ്ഫറർ. ഇവിടെ ട്രാൻസ്ഫറിക്ക് ബെറ്റർ ടൈറ്റിൽ കിട്ടുന്നില്ല, ട്രാൻസ്ഫർക്ക് എന്ത് ടൈറ്റിലാണോ അത് തന്നെയാണ് ട്രാൻസ്ഫറിക്ക് കിട്ടുന്നത്. ഇവിടെ സീനെ സംബന്ധിച്ച് സിക്ക് ഒരു ഡിഫക്റ്റീവ് ടൈറ്റിലാണ് അല്ലേ, അപ്പോൾ സി ഡീനെ സംബന്ധിച്ച് ട്രാൻസ്ഫറാണ്. അപ്പോൾ സിയുടെ ടൈറ്റിലേ ഡിഫക്റ്റീവാണ്, അതുകൊണ്ട് ഡിയുടെ ടൈറ്റിലും എന്താ ഡിഫക്റ്റീവാണ്. അപ്പോൾ ഡിക്ക് ആ ചെക്ക് ഓണർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കോടതിയിൽ പോയി ആ പൈസ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്, സിയുടെ ടൈറ്റിൽ അതായത് ഡിനെ സംബന്ധിച്ച് ട്രാൻസ്ഫറാണ് സിയുടെ ടൈറ്റിലേ ഡിഫക്റ്റീവാണ്. ആ ചെക്ക് ആർക്കാണ് ഗുഡ് ടൈറ്റിലായത്, ബി വരെ ഗുഡ് ടൈറ്റിലാണ് അല്ലേ, ബിക്കാണ് ആ ചെക്ക് എൻറ്റൈറ്റിലായിട്ടുള്ളത്. സപ്പോസ് ബി വേറൊരു വ്യക്തിക്ക് കൊടുക്കുകയാണ്, ഇ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കളഞ്ഞു പോയില്ല ബിയുടെ കയ്യിൽ നിന്ന്, പക്ഷേ ബി ഇക്ക് കൊടുത്തു, ആ ചെക്ക് ഇക്ക് കൊടുത്തു, നോട്ട് നെഗോഷ്യബിൾ എന്ന് പറയുന്ന ചെക്ക് ഇ എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുത്തു. ഇക്ക് ലീഗലി മൂവ് ചെയ്യാം, എന്താ അത് ഗുഡ് ടൈറ്റിലാണ് അല്ലേ, ട്രാൻസ്ഫറർക്ക് ഗുഡ് ടൈറ്റിലാണ്, അതുകൊണ്ട് തന്നെ ഇക്കും ഗുഡ് ടൈറ്റിലാണ്. അപ്പോൾ നോട്ട് നെഗോഷ്യബിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രാൻസ്ഫറബിൾ ആവില്ല എന്നല്ല, നോട്ട് നെഗോഷ്യബിൾ ചെക്ക് ആണെന്നുണ്ടെങ്കിൽ ആ നെഗോഷ്യബിലിറ്റി ഫീച്ചർ, ഏതാ നെഗോഷ്യബിലിറ്റി ഫീച്ചർ, ട്രാൻസ്ഫർ ഗെറ്റ്സ് എ ഗുഡ് ആൻഡ് അബ്സല്യൂട്ട് ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു ഫീച്ചർ എടുത്തു കളയുകയാണ് ആ ക്രോസിംഗ് കൊണ്ട്. അതായത് ട്രാൻസ്ഫറുടെ ടൈറ്റിൽ എന്താണോ അത് തന്നെ ട്രാൻസ്ഫറിക്ക് കിട്ടുള്ളൂ. ട്രാൻസ്ഫറുടെ ഡിഫക്റ്റീവ് ആണെങ്കിൽ ട്രാൻസ്ഫറിക്കും ഡിഫക്റ്റീവ് ആയിരിക്കും, ട്രാൻസ്ഫറർക്ക് ഗുഡ് ആണെങ്കിൽ ട്രാൻസ്ഫറിക്കും ഗുഡായിരിക്കും. അതുകൊണ്ട് നെഗോഷ്യബിലിറ്റി ഫീച്ചർ എടുത്തു കളഞ്ഞുകൊണ്ടാണ് നോട്ട് നെഗോഷ്യബിൾ എന്ന് പറയുന്നത്, അല്ലാതെ നോട്ട് ട്രാൻസ്ഫറബിൾ എന്നുള്ള മീനിങ്ങിലല്ല ഇവിടെ നോട്ട് നെഗോഷ്യബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗോഷ്യബിലിറ്റി ഫീച്ചർ എടുത്ത് കളയുക. ഓക്കെ, ഇനി അക്കൗണ്ട് പേയി ക്രോസിംഗ്, നമ്മൾ സ്പെസിഫിക്കലി അക്കൗണ്ട് പേയി, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ട് പേയി, അല്ലെങ്കിൽ ജനറൽ ക്രോസിങ്ങിലാണെങ്കിൽ 2 പാരലൽ ലൈൻസിൻ്റെ ഉള്ളിൽ അക്കൗണ്ട് പേയി എന്ന് പറയുന്ന വേർഡ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഇത് ബാങ്കറിന് ഉള്ളൊരു ഇൻസ്ട്രക്ഷനാണ്. അതായത് ബാങ്കർ ആ പേയ്ക്ക് വേണ്ടി കളക്ട് ചെയ്യുക, എമൗണ്ട് ചെക്ക് പറഞ്ഞിരിക്കുന്ന എമൗണ്ട് കളക്ട് ചെയ്യുക, എന്നിട്ട് പെയ്ഡ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക ഉള്ളൊരു ഇൻസ്ട്രക്ഷനാണ് അക്കൗണ്ട് പേയ് ക്രോസിംഗ് കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ബാങ്കർക്കുള്ളൊരു ഡയറക്ഷനാണ്. ബാങ്കർ ആർക്ക് വേണ്ടി കളക്ട് ചെയ്യുക, പേയ്ക്ക് വേണ്ടി കളക്ട് ചെയ്യുക, പെയ്ഡ് അക്കൗണ്ടിലിടുക. കൗണ്ടർ ത്രൂ എൻക്യാഷ് ചെയ്യാൻ പറ്റില്ല അല്ലേ, അതാണ് ക്രോസിംഗ് കൊണ്ടുള്ള ഒരു ഗുണം. കൗണ്ടറിൽ കൂടി എൻക്യാഷ് ചെയ്യാൻ പറ്റില്ല, അത് എന്ത് ചെയ്യണം, അക്കൗണ്ടിലേക്ക് ഇടാൻ പറ്റുള്ളൂ. അക്കൗണ്ട് പേയ്ന്ന് ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെക്കിൽ ആരാണോ പേയ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത് അയാളുടെ അക്കൗണ്ടിലേക്ക് ഇടുക എന്നുള്ളൊരു ഡയറക്ഷനാണ് ബാങ്കർക്ക് കൊടുക്കുന്നത്. ഇനി ഡബിൾ ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ചതിയന്മാരെ പറയാം അല്ലേ, ഡബിൾ ക്രോസ് എന്നൊക്കെ പറയുന്ന ചതിയന്മാരെ. പക്ഷേ ഇവിടെ അതല്ല മീനിങ്. ഡബിൾ ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ക്രോസ് ചെയ്തൊരു ചെക്കിൽ വീണ്ടും ക്രോസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. സെക്ഷൻ 125 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881 ക്രോസിംഗ്, അതായത് ഒരു ചെക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ക്രോസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൊടുക്കുന്നുണ്ട്. അത് ആർക്ക് മാത്രമേ പറ്റുള്ളൂ, ഒരു സ്പെഷ്യലി ക്രോസ്ഡ് ചെക്ക് ഒരു ബാങ്കർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ബാങ്കിന് വീണ്ടും അത് ക്രോസ് ചെയ്യാം അനദർ ബാങ്കിൻ്റെ പേര് എഴുതി. സപ്പോസ് ഞാൻ ഒരു സ്പെഷ്യൽ ക്രോസ്ഡ് ചെക്ക് എക്സ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് കൊടുത്തു. അപ്പോൾ ഞാൻ ക്രോസ് ചെയ്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാണ് കൊടുത്തത്. അപ്പോൾ സപ്പോസ് എക്സ് എന്ന് പറയുന്ന പാർട്ടിക്ക് HDFCയിലാണ് അക്കൗണ്ട് ഉള്ളത്. അപ്പോൾ ഈ ബാങ്ക് എന്ത് ചെയ്യും,
ഈ ബാങ്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു ക്രോസ് ചെയ്യും HDFC. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ എക്സിന് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഈ ബാങ്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒന്നും കൂടി ക്രോസ് ചെയ്യും HDFC എന്ന് പറയും. അപ്പോൾ അവിടെ ആ ഒരു ബാങ്കിന് കളക്ട് ചെയ്യാം, ആർക്ക് വേണ്ടി, SBIക്ക് വേണ്ടി കളക്ട് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ഡബിൾ ക്രോസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ്ങും അക്കൗണ്ട് ബ്രേക്ക് ക്രോസിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താ? നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫറിക്ക് ഒരു വാണിംഗ് ആണ്. അതായത് ട്രാൻസ്ഫറുടെ ടൈറ്റിൽ എന്താണോ ആ ഗുണം തന്നെ നിങ്ങൾക്കും കിട്ടുകയുള്ളൂ. അതായത് ട്രാൻസ്ഫറുടെ ഡിഫക്റ്റീവ് ആണെങ്കിൽ നിങ്ങളുടെയും ടൈറ്റിൽ ഡിഫക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ റിസ്കിൽ വേണം നോട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് വാങ്ങിക്കാൻ അല്ലെങ്കിൽ പൊസസ് ചെയ്യാൻ എന്നുള്ളൊരു വാണിംഗ് ആണ് അവിടെ കൊടുക്കുന്നത്. ട്രാൻസ്ഫറുടെ ഗുഡ് ടൈറ്റിലാണെങ്കിൽ ട്രാൻസ്ഫറിക്കും എന്തായിരിക്കും, ഗുഡ് ടൈറ്റിലായിരിക്കും. പക്ഷേ അത് ട്രാൻസ്ഫറിനെ സംബന്ധിച്ച് അത് ഡിഫക്റ്റീവ് ആണെങ്കിൽ ട്രാൻസ്ഫറിക്കും അത് ഡിഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരു വാണിംഗ് ആണ് ട്രാൻസ്ഫറിക്ക് കൊടുക്കുന്നത്. പക്ഷേ അക്കൗണ്ട് പേജ് ചെക്കിങ് ആർക്കുള്ള വാണിംഗ്? ഒരു കളക്റ്റിംഗ് ബാങ്കർക്കുള്ള വാണിംഗ്. അതായത് ദ ബാങ്കർ ഷുഡ് പേ ഓൺലി അല്ലെങ്കിൽ ക്രെഡിറ്റ് ഓൺലി ടു ദ പേയ്സ് അക്കൗണ്ട് എന്നുള്ളൊരു വാണിംഗ് ആണ് കൊടുക്കുന്നത്. ഇനി അടുത്ത വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്റ്റിംഗ് ബാങ്കർ ക്യാൻ ക്രെഡിറ്റ് ദ എമൗണ്ട് ഓഫ് ചെക്ക് ടു അക്കൗണ്ട് ഓഫ് ദ പേ ഓർ എനി അതർ പേഴ്സൺ. കളക്റ്റിംഗ് ബാങ്കിന് അക്കൗണ്ട് പേ എന്താ പറയുക, ചെക്കിൽ പറഞ്ഞേക്കുന്ന അല്ലെങ്കിൽ അക്കൗണ്ട് പെയ്ഡ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ വേറെ ഏതോ, അപ്പോൾ ട്രാൻസ്ഫർ ആയിക്കഴിഞ്ഞാൽ ആ ആളുടെ പേരിലായിരിക്കും അല്ലേ. അപ്പോൾ ആരുടെ അക്കൗണ്ടിൽ വേണമെങ്കിലും നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് കൊടുക്കാം. പക്ഷേ അക്കൗണ്ട് ഉണ്ടാവണമെന്നുള്ളൂ. പക്ഷേ അക്കൗണ്ട് പേ ചെക്കാണെങ്കിൽ ആരാണോ പേ ആയിട്ട് സ്പെസിഫൈ ചെയ്തേക്കുന്നത് ആ വ്യക്തിക്ക് മാത്രമേ, ആ വ്യക്തിയുടെ അക്കൗണ്ടിലോട്ട് മാത്രമേ ക്രെഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ആണെങ്കിൽ നെഗോഷ്യബിലിറ്റി ഫീച്ചറിനെ പ്രൊഹിബിറ്റ് ചെയ്തേക്കാണ്. അതായത് ഏറ്റവും ആദ്യം ഇവിടെ വാണിംഗ് കൊടുത്തിട്ടില്ലേ ടൈറ്റിൽ, അപ്പോൾ ഡിഫക്റ്റീവ് ടൈറ്റിലാണെങ്കിൽ ഡിഫക്റ്റീവ് ടൈറ്റിൽ തന്നെ ആയിരിക്കും. അല്ലാതെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിൻ്റെ ഫീച്ചറായിട്ടുള്ള ട്രാൻസ്ഫർ ഗെറ്റ്സ് എ ഗുഡ് ടൈറ്റിൽ എന്നുള്ള നെഗോഷ്യബിലിറ്റി ഫീച്ചറിനെ പ്രൊഹിബിറ്റ് ചെയ്തേക്കാണ് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് കൊണ്ട്. പക്ഷേ അക്കൗണ്ട് പേ ക്രോസിംഗ് ആണെങ്കിൽ നെഗോഷ്യബിലിറ്റി ഫീച്ചറിനെയും ട്രാൻസ്ഫറബിലിറ്റി ഫീച്ചറിനെയും പ്രൊഹിബിറ്റ് ചെയ്തിട്ടില്ല. ഇനി അടുത്ത വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ്ങിൽ സേഫ്റ്റി ഇത്തിരി കുറവാണ്. പക്ഷേ അക്കൗണ്ട് പേ ക്രോസിംഗ് ആണെങ്കിലോ സേഫ്റ്റി കൂടുതല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പെയ്ഡ് അക്കൗണ്ടിൽ മാത്രമേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ്ങും അക്കൗണ്ട് പേ ക്രോസിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ഇനി ക്യാൻസലേഷൻ ഓഫ് ക്രോസിങ്ങിന് ഓപ്പണിംഗ് ഓഫ് എ ക്രോസിംഗ് എന്നുള്ള പേരും കൂടി പറയും. ഓക്കെ, എങ്ങനെയാണ് ക്രോസിംഗ് ക്യാൻസൽ ചെയ്യാൻ പറ്റുക? അപ്പോൾ ക്രോസിംഗ് ക്യാൻസൽ ചെയ്യാൻ ഡ്രോയർ എന്ന് പറഞ്ഞാൽ ആരാ? ചെക്ക് എഴുതുന്ന ആളല്ലേ. ചെക്ക് എഴുതുന്ന ആൾക്ക് പേ ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ആ ക്രോസിങ്ങിൻ്റെ ഇത് ക്യാൻസൽ ചെയ്യാം. പേ ക്യാഷ് എന്ന് പറഞ്ഞാൽ സൈൻ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അവിടെ ആരുടെയും പേര് സ്പെസിഫൈ ചെയ്യുന്നില്ല, വേറൊരു ക്യാഷായിട്ട് ഇത് ചെയ്യാം അല്ലേ. അപ്പോൾ ക്യാൻസൽ ചെയ്യാം ക്രോസിംഗ്. ഹോൾഡർക്ക് ഒരിക്കലും ക്രോസിംഗ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ആരാണോ പൊസസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്നത് അയാൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ക്യാൻസൽ ചെയ്യാനുള്ള അവകാശം ആർക്ക് മാത്രമേ ഉള്ളൂ? ഡ്രോയർക്ക് മാത്രമേ ഉള്ളൂ. ഇനി ഒബ്ലിറ്ററേറ്റിംഗ് എ ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറേസ് ചെയ്യുക. സെക്ഷൻ 89 കളക്റ്റിംഗ് ബാങ്കർക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. സപ്പോസ് ഒരു ക്രോസ്ഡ് ചെക്ക് ഫോർജ് ചെയ്യണം ബൈ ഫ്രോഡ്, ഒരാൾ ആ ക്രോസിംഗ് മായ്ച്ച് കളയാണ് അല്ലെങ്കിൽ ഒബ്ലിറ്ററേറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 89 ബാങ്കർക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. ബാങ്കർ ഗുഡ് ഫെയ്ത്തിലും ചെക്ക് കണ്ടിട്ട് ക്രോസിംഗ് ഉണ്ട് എന്ന് അപ്പാരൻ്റ്ലി മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിലും എന്ത് ചെയ്യാം? ബാങ്കർക്ക് ലയബിലിറ്റി ഇല്ല. സപ്പോസ് ഡ്രോയർ പറയുകയാണ് ഞാൻ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും ബാങ്ക് ഇന്ന ആൾക്ക് കൊടുത്തു, വേറൊർക്ക് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 89 അനുസരിച്ച് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് കളക്റ്റിംഗ് ബാങ്കർക്ക്. അതായത് എങ്ങനെയായിരിക്കണം? ചെക്കിൽ നിന്ന് മനസ്സിലാവരുത് ക്രോസ്ഡ് ആയിരുന്നു എന്ന്. അത്ര പെർഫെക്റ്റായിട്ട് അത് ഇറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാണെങ്കിൽ ഒബ്ലിറ്ററേറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ ചെക്ക് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ബാങ്കർക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഒബ്ലിറ്ററേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇറേസ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്രോസിംഗ് മനസ്സിലാവാത്ത വിധത്തിൽ മായ്ച്ചു കളയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്കർക്ക് മനസ്സിലാവാത്ത വിധത്തിലാണെങ്കിൽ സെക്ഷൻ 89 അനുസരിച്ച് ബാങ്കർക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. അതായത് ലയബിലിറ്റി ഇല്ല, അത് ക്ലിയറായിട്ട് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്റ്റിൽ ക്ലിയറായിട്ട് പറയുന്നില്ല. പക്ഷേ ഒരു പ്രീപെയ്ഡ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റാണ്. പ്രീപെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പോലെ തന്നെ, പക്ഷേ ഇറ്റ്സ് ഓൾറെഡി പെയ്ഡ്. ഇവിടെ ഡ്രോയറും ഡ്രോയും ബാങ്കാണ്. ഇവിടെ ഡ്രോയർ ഒരു ബാങ്കാണ്, ഡ്രോയി അനദർ ബാങ്കാണ്. ഡ്രോയർ ബാങ്ക് എന്താ ഡയറക്റ്റ് ചെയ്യുന്നത്? ഡ്രോയി ബാങ്കിൻ്റെ അടുത്ത് പറയുകയാണ് ഒരു സർട്ടൻ സം ഓഫ് മണി ഒരു സ്പെസിഫൈഡ് പാർട്ടിക്ക് പേ ചെയ്യണം എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ചെക്കും ഡിമാൻഡ് ഡ്രാഫ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന ഒരു കസ്റ്റമറാണ്, ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഒരു ബാങ്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. ചെക്ക് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബാങ്കിൽ ഒരു അക്കൗണ്ട് വേണം. പക്ഷേ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യാനൊരു അക്കൗണ്ട് വേണ്ട. ഇപ്പോൾ എനിക്കൊരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയി, എനിക്ക് അക്കൗണ്ട് ഉണ്ടാവണമെന്നൊന്നുമില്ല, ഞാനൊരു ബാങ്കിൽ പോയിട്ട്
ഞാൻ ആർക്കാണോ കൊടുക്കേണ്ടത് ആ പാർട്ടിയുടെ പേരിൽ അഡ്രസ്സിലൊരു അല്ലെങ്കിൽ അക്കൗണ്ടിലൊരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കുന്നു. ഞാൻ എടുക്കുന്ന ബാങ്ക് ഡ്രോയർ ബാങ്കാണ്. ആ ബാങ്ക് അതേ ബാങ്കിൻ്റെ തന്നെ വേറൊരു ബ്രാഞ്ചിന്, അതായത് ഞാൻ മെൻഷൻ ചെയ്ത പാർട്ടിക്ക് ഏത് ബ്രാഞ്ചിലാണോ അക്കൗണ്ടുള്ള ആ ബാങ്ക് മെൻഷൻ ചെയ്യുന്നു. ആ ബാങ്കിന് ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നു എന്താ ഇന്ന എമൗണ്ട്, ഇത്ര എമൗണ്ട് ഇന്ന പാർട്ടിക്ക് കൊടുക്കണം എന്ന്. ഓക്കെ, ഇനി ചെക്കിൽ ഡ്രോയറും ഡ്രോയും 2 വ്യക്തികളാണ്. പക്ഷേ ഡിമാൻഡ് ഡ്രാഫ്റ്റിൽ ഡ്രോയറും ഡ്രോയും സെയിം ബാങ്ക് തന്നെ, പക്ഷേ ഡിഫറെൻറ്റ് ബ്രാഞ്ച് ആയിരിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി ചെക്കിൻ്റെ കാര്യം എവിടെയാണ് പറഞ്ഞേക്കുന്നത്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൽ ക്ലിയർലി ഡിഫൈൻഡ് ആണ്. പക്ഷേ ഡിമാൻഡ് ഡ്രാഫ്റ്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൽ പറയുന്നില്ല. ഓക്കെ, ചെക്ക് ഡിസോണർ ആവാം. ഇപ്പോൾ ബാങ്കിൽ അക്കൗണ്ടിൽ പൈസ ഇല്ലയെന്നുണ്ടെങ്കിൽ ചെക്ക് ഡിസോണർ ആവും അല്ലേ. പ്രസൻറ്റ് ചെയ്യുന്ന ടൈമിൽ ചെക്ക് പ്രസൻറ്റ് ചെയ്യുന്ന ടൈമിൽ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല, കൃത്യമായിട്ട് ക്രെഡിറ്റ് ബാലൻസ് ഇല്ല, അല്ലെങ്കിൽ ചെക്കിൽ പറഞ്ഞേക്കുന്ന എമൗണ്ടിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു ബാലൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബി ഡിസോണേഡ്. പക്ഷേ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഒരിക്കലും ഡിസോണർ ആവില്ല. എന്താ? അത് ഓൾറെഡി പ്രീപെയ്ഡ് ആണ്. നമ്മൾ ആദ്യം പേ ചെയ്തിട്ടാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി ചെക്കിൻ്റെ കാര്യത്തിൽ പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ കാര്യത്തിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെക്ക് ക്യാൻ ബി മെയ്ഡ് പേയബിൾ എയ്തർ ടു എ ബെയറർ ഓർ ഓർഡർ. ബെയറർക്കും കൊടുക്കാം, അല്ലെങ്കിൽ ഓർഡർ ഒരു സ്പെസിഫൈഡ് പേഴ്സണായി മെൻഷൻ ചെയ്യാം. പക്ഷേ ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ടൊരു പേഴ്സണിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, ഇന്ന വ്യക്തിക്ക് കൊടുക്കണം എന്നാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ടിൽ ചെക്കിൻ്റെ ക്രോസിങ്ങിനെ പറ്റിയൊക്കെ പറയുന്നത്. ഇത് നിങ്ങൾ വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.